സർ നമസ്കാരം. നമസ്കാരം. സരസ്വതി, ലക്ഷ്മി, ദുർഗ. ഈ സരസ്വതി പ്രതിനിധീകരിക്കുന്നത് അറിവിനെയാണ്. ലക്ഷ്മി എന്ന് പറയുന്നത് ധനമാണ്, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിയാണ്. ദുർഗ എന്ന് പറയുന്നത് കരുത്താണ്. ഇത് മൂന്നും ഹിന്ദുവിനും വേണം, മുസൽമാനും വേണം, ക്രിസ്ത്യാനിക്കും വേണം. പിന്നെ എന്തിനാണ് ഈ വിവാദം? വന്ദേമാതരം മുഴുവനായിട്ട് കഴിഞ്ഞ ദിവസം സഭയിൽ പാടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വിവാദം തുടരുകയാണ്. ഈ സരസ്വതിയെയും ലക്ഷ്മിയെയും ദുർഗയെയും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു ഇന്ത്യക്കാരൻ മാത്രമായാൽ മതി. ഹിന്ദു പോലും ആകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു തികഞ്ഞ ഇന്ത്യക്കാരൻ മാത്രം ആയാൽ മതി. പിന്നെ എന്തിനാണ് ഈ വിവാദം? സരസ്വതിയെയും ലക്ഷ്മിയെയും ദുർഗയെയും അടിമക്കമ്മിക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കില്ല. ജിന്നയുടെ മുസ്ലിം ലീഗിന് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തികഞ്ഞ ഇന്ത്യക്കാരനാണ്. അപ്പൊ പിന്നെ എന്തിനാണ് വിവാദം? അതിന് തിരിച്ചുള്ള ഒറ്റ ചോദ്യം, ജിന്നയുടെ മുസ്ലിം ലീഗിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇന്നതില്ല, ഇവിടെ ഇന്നില്ല, ഒന്നാമത്തെ എന്നൊക്കെ ഇന്ത്യയിലില്ല. വിവാദം എന്ന് പറയുന്നത് ജനഗണമന റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇത് കൊണ്ടുവരുന്നു. ആര് കൊണ്ടുവരുന്നു? കോൺഗ്രസ്സുകാരല്ല കൊണ്ടുവന്നത്, CPM-കാരല്ല കൊണ്ടുവന്നത്, ഇത് BJP-കാർ കൊണ്ടുവരുന്നു. അതാണ് അവിടെയാണ് ഏറ്റവും ആദ്യത്തെ മൗലികമായ ആദ്യത്തെ പ്രശ്നം. മോഡിയെ സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. ദേശസ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് ഏതാണ്? അതാര് വരയ്ക്കും? അവന്മാർ ഞാനാണോ നിങ്ങളാണോ രാജ്യസ്നേഹി എന്ന് അധികാരപ്പെടുത്താൻ പറയാനുള്ള തെളിവുണ്ട്. ഇപ്പോൾ ഈ വന്ദേമാതരം ഇതുവരെ നമ്മൾ ഇത്ര കാലം പാടാതിരുന്നില്ലേ? ഒഫീഷ്യൽ ഫംഗ്ഷനിൽ ഇതുപോലെ സ്ട്രിക്റ്റായിട്ട് പാടാതിരുന്നു. വന്ദേമാതരം നിന്നുപോയോ? പാട്ട് നിന്നുപോയോ? പ്രസക്തി കുറഞ്ഞു പോയോ? ജനഗണമനയുടെ ഒപ്പം തന്നെ പ്രസക്തി വന്ദേമാതരത്തിനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇത് വന്ദേമാതരം പാടണമെന്ന് നിർബന്ധിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരാൾ എതിർക്കാനൊരു അവസരം അവിടെ ഉണ്ടാക്കി കൊടുക്കുക. എതിർക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. ഇപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴോ, എന്തിനും പിണറായി വിജയൻ ആയില്ല, എന്നാലും പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്താൽ പോലും ഇത്ര എതിർപ്പ് വരികയില്ല. എത്രയോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പ്രീവിപ്പാഴ്സ് നിർത്തലാക്കി രാജാക്കന്മാരുടെ എല്ലാം, അല്ലേ? വല്ല എതിർപ്പുണ്ടായി ഇവിടെ. ഇന്ദിരാഗാന്ധി അനുകൂലിക്കുകയില്ല ജനങ്ങൾ. ഇപ്പോഴാണെങ്കിൽ രാജാക്കന്മാരെ തൊട്ടാൽ, പഴയകാല രാജാക്കന്മാരെ തൊട്ടാൽ എതിർപ്പ് പോയി. അപ്പോൾ അങ്ങനെ ഇത് അവതരിപ്പിക്കുന്ന പ്രശ്നമുണ്ട്. പിന്നെ ഇത് രാജ്യസ്നേഹവും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മൂന്നാമതൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മുലപ്പാലിൽ ഭാരതമേ നിന്റെ വയറ്റിൽ പിറന്നതിൻ്റെ നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ ഞങ്ങൾ ചൂളിയിട്ടുണ്ട് എന്ന് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കഴിഞ്ഞു. രാജ്യസ്നേഹം യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടതല്ല, മനസ്സിലാക്കലാണ്. രാജ്യസ്നേഹം മനസ്സിലാക്കലാണ്. ഗാന്ധി പഠിപ്പിക്കാനോ പടിയെടുത്ത് പള്ളിക്കൊടുത്ത് വരാൻ. ഇപ്പം നമ്മള് സ്കൂളുകളിലെല്ലാം കുട്ടികളെ നിർബന്ധിപ്പിച്ച് ജനഗണന പഠിപ്പിക്കാറുണ്ട്. ഇതെന്തിനാ ചെയ്യുന്നത്? ഇതൊരു നാഷണൽ ആന്തമാണ്. അല്ല, അത് പഠിപ്പിക്കലാണല്ലോ. പഠിപ്പിക്കലല്ലോ. പിള്ളേരെ കൊണ്ട് ജനഗണന പാടിക്കുക എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഔപചാരികമായിട്ട്. അത് എന്തിന്? വൈ ഷുഡ് ബി റീപ്ലേസ് ജനഗണമന? അല്ല, ഞാൻ ചോദിക്കുന്നത്, സാർ ഇപ്പം പറഞ്ഞു എന്താണ് ദേശസ്നേഹം പഠിപ്പിക്കേണ്ടതല്ല, അത് താനേ വിരിയുന്നതാണ്. അങ്ങനെ താനേ വിരിയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ദേശസ്നേഹം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ജനഗണമന എന്ന് പറയുന്ന ഒരു സംഗതി സ്കൂൾ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെ രൂപപ്പെടുന്നത്, അത് നമ്മളിൽ ഉള്ളിൽ ഒരു ദേശീയ ബോധം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ സാധനം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെറുപ്പം മുതൽ ഒരാളെ ദേശസ്നേഹം പഠിപ്പിക്കുന്നേയില്ല. അയാൾക്ക് ഈ രാജ്യത്തിനെ പറ്റിയിട്ടോ ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ പറ്റിയിട്ടോ സംസ്കാരത്തെ പറ്റിയിട്ടോ ഒരു കുന്തവും അറിയാത്ത ഒരാളാണെന്ന് അയാളെ പഠിപ്പിച്ചില്ല, അയാൾ എങ്ങനെയാണ് അറിയുക? തിരിച്ച് മറിച്ചൊരു ചോദ്യം ചോദിക്കാം. പഠിപ്പിച്ചാലും അറിയൂ. താല്പര്യമില്ലാതെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മൾ ഓർത്തിരിക്കുകയില്ല, റിപ്പീറ്റ് ചെയ്യില്ല. പിന്നെ ഉദാഹരണം പറഞ്ഞുതരാം. താങ്കളൊരു അറിയപ്പെടുന്ന കലാകാരനാണ്. പല സ്റ്റേജുകളിലും പല പരിപാടികളും അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാറുള്ള ആളാണ്. അവിടെ ചെല്ലുമ്പോൾ ഇപ്പം ജനഗണമന പാടുമ്പോൾ എത്ര പേരോട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്? ആൾക്കാരെ പുറത്തേക്ക് ഇറങ്ങിപ്പോകണ ചെയ്യുന്നത് ഭൂരിപക്ഷം പേര് ഇറങ്ങിപ്പോയി. അത് ഉള്ളിൽ തട്ടാത്ത പ്രാർത്ഥനയാണ്, യാന്ത്രികമായ പ്രാർത്ഥനയാണ്. അങ്ങനെ യാന്ത്രികമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല രാജ്യസ്നേഹം. അല്ല, ഇപ്പോഴത്തെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ജനഗണമന തിയേറ്ററുകളിൽ ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടെന്നുള്ളതാണ്. അത് മാറ്റി വരുന്നുണ്ടോ? ആരും എഴുന്നേറ്റ് നിൽക്കാറില്ല. അല്ല, എഴുന്നേറ്റ് നിൽക്കേണ്ടെന്നുള്ളതാണ്. ഇതിപ്പം ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിങ്ങൾ വന്ദേമാതരം ആലപിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളതാണ് നിലവിൽ വന്നിട്ടുള്ള ആ ഒരു പ്രോട്ടോകോള്. ആ ഒരു ഭാഗത്തില് ഗവർണറോട് അല്ലെങ്കിൽ ആരോടാണെങ്കിലും ഞാൻ യോജിക്കുന്നു. ആ പാട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ
ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ചെല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ അത് സെൻസർ ചെയ്യേണ്ട അതായത് അതൊരു സ്ഥലത്തെ ഗവർണറെ സംബന്ധിച്ചിടത്താണ്. ഒന്നിക്കൽ നിങ്ങൾക്ക് ഗവർണറല്ല, ഗൗതമോ രാജമോഹനോ എന്നാൽ പോലും അത് പാടുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പാടണം, അല്ലെ വേണമെന്നേ. ഞാൻ പറഞ്ഞത് ഒഫീഷ്യലി നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനപ്രകാരം അവർ പുറത്തിറക്കിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ അടക്കം തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഒന്നിക്കൽ വന്ദേ മാതരം ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനഗണന മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. പക്ഷെ നിങ്ങൾ വന്ദേ മാതരം ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് ആലപിക്കണം. ഈ 2 സ്റ്റാൻസ പാടുന്നു എന്ന് പറയുന്ന പരിപാടി മാറ്റി നിർത്തണം. അതിനോട് ഞാൻ യോജിക്കുന്നു. നിങ്ങളുടെ ആ കൺവെൻഷനോട് ഞാൻ യോജിക്കുന്നു. അല്ല, അപ്പൊ ഓക്കെ. അപ്പൊ സാർ, ഞാൻ ആദ്യം ചോദിച്ച ആ സാരത്തിലേക്ക് വരികയായിരുന്നത്, ഈ ദുർഗ, ലക്ഷ്മി, സരസ്വതി, ഇത് 3ഉം പ്രതിനിധീകരിക്കുന്ന ആശയം എന്ന് പറയുന്നത് വിഭജനത്തിന്റെ ആശയമല്ല. വിഭജനത്തിന്റെ ആശയമല്ല, ഇത് വിഭജനത്തിന്റെ ദൈവമല്ല. ഇതിൽ എവിടെയെങ്കിലും മതേതരത്വത്തെ തകർക്കുന്ന എന്തെങ്കിലും ഇത് ഒന്ന് നമ്മളൊരു ഡീപ്പായിട്ട് ഇതിനെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഇതിൽ സെക്യുലറിസത്തിന്റെ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട അംശമാണ് ഇത് 3ഉം പ്രതിനിധീകരിക്കുന്നത്. അറിവ് എല്ലാവർക്കും വേണം, പണവും പ്രോസ്പെരിറ്റിയും എല്ലാവർക്കും വേണം, അതോടൊപ്പം തന്നെ ശക്തി, കരുത്ത്, ഇതിൻ്റെയൊക്കെ ഒരു സിംബോളിഫിക്കേഷൻ ആണല്ലോ ഇതെന്ന് പറയുന്നത്. അതിനെ എന്തിനാണ് എതിർക്കുന്നത്? ഇത് ഒരു മനുഷ്യനെയും ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, അതിലെ വാക്കുകൾ കൊണ്ടോ ആശയങ്ങൾ കൊണ്ടോ. അപ്പൊ ഞാൻ അതാ പറഞ്ഞു സാറേ, ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു ഹിന്ദു പോലും ആകേണ്ട ആവശ്യമില്ല, തികഞ്ഞ ഇന്ത്യക്കാരനായാൽ മതി. അപ്പൊ ഇതിനെ ഏറ്റവും ആദ്യം എതിർത്തത് എന്ന് പറയുന്നത് ജിന്നയാണ്. ജിന്നയ്ക്ക് ഈ 2 സ്റ്റാൻസ് ഉണ്ടല്ലോ, അതുപോലും പാടരുത് എന്ന് പറഞ്ഞ ഒരാളാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ ദേശീയ ബോധം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ രാഷ്ട്രപിതാവായിട്ടുള്ള ജിന്ന. അപ്പൊ ഇതിനെ സ്വാഭാവികമായിട്ടും എതിർക്കുമ്പോൾ ഒരു നെറേറ്റീവ് വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പറയാൻ സാധിക്കും. ഇതിനെ എതിർക്കുന്നവരൊക്കെ പാകിസ്ഥാൻ ദേശീയ ബോധം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. ഇത് മുഴുവനായിട്ട് പാടുന്നതിനെ എതിർക്കുന്നത് പാകിസ്ഥാൻ ദേശീയ ബോധം ഉൾക്കൊള്ളുന്ന ആളുകളാണോ എന്ന് ചോദിക്കാൻ പറ്റും. കാരണം ഇതിനെ ഏറ്റവും ആദ്യം എതിർത്തത് ആരാ? ഏറ്റവും ആദ്യം എതിർത്തത് ലീഗാണ് സാറേ. ലീഗ് എതിർത്തതിന് ശേഷം പിന്നീട് മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറൊക്കെ എന്തിനാണ് വെറുതെ ഒരു തർക്കത്തിന് പോകുന്നത് അവരുമായിട്ട്? അപ്പൊ അവരുടെ ഒരു വിശാല മനസ്കതയുണ്ടല്ലോ, അതിന്റെ പുറത്ത് അവർ പറഞ്ഞു ഇവരുമായിട്ട് തർക്കത്തിന് നിൽക്കാൻ, ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല, ഇവരാണ് പ്രശ്നം. ഇവരുമായിട്ട് എന്തെങ്കിലും തർക്കത്തിന് പോകാത്തതിന് പകരം നമുക്ക് 2 സ്റ്റാൻസ പാടിയാൽ മതി എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തു. ആ നിലപാട് എപ്പോഴും ഇന്ത്യ സ്വീകരിക്കണമെന്നുണ്ടോ? ഒരൊറ്റ നിലപാടുകൾ മാറാം, എപ്പോഴും മാറാം. എന്തിനു വേണ്ടി മാറ്റുന്നു രാജ്യത്തിന്റെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക പുരോഗതി ഉണ്ടാകുന്നുണ്ടോ? ഒരാളെങ്കിലും അതിന്റെ പേര് തമ്മിൽ തല്ലി ചാകുന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നാ ഞാൻ പറയുന്നത്. അത് ഗാന്ധിയുടെ പോളിസി തന്നെയാണ്. ഒന്നും നിർബന്ധിച്ച് നടപ്പാക്കാൻ. ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ അത്ര വലിയ വിശ്വാസിയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ കുറച്ച് വിശ്വാസം, അങ്ങനെയല്ല, കുറച്ച് വിശ്വാസത്തില അത് പിന്നെ നമുക്ക് വേറൊരു വിഷയത്തിൽ പറയാം. എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും മുടങ്ങാതെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും. ആരെങ്കിലും വടിയും കൂട്ടുകൂടിയും കൊണ്ടൊന്ന് പറഞ്ഞിട്ട് വായിക്കുന്നതല്ല. നിങ്ങൾ നാളെ തൊട്ട് ഹിന്ദു ആകണമെങ്കിൽ നിങ്ങൾ രാമായണം വായിച്ചിരിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് വായിക്കുന്നതല്ല. അങ്ങനെ ആ മതത്തെ സങ്കുചിതമായി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം എന്നോട് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ദേശഭക്തി ഗാനം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് മുഴുവൻ അറിയത്തില്ല, എന്നാൽ പോലും വരിക വരിക സഹചരി സഹന സമര സമയമായി അംശി നാരായണനുള്ള ആ കവിത, അത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പിരിറ്റ് ആലോചിച്ച് വരിക സഹചര്യ സഹന സമര സമയമായെന്നാണ് പറയുന്നത്. കൊല്ലാനല്ല പറയുന്നത്, തല്ലാനല്ല പറയുന്നത്, താങ്കൾ സംഘർഷമല്ല പറയുന്നത്, സഹന സമര സമയമായി. അത് അത്രയും ഗാംഭീര്യമുള്ള ഒരു സ്വാതന്ത്ര്യം മലയാളിക്ക് മനസ്സിലാവുള്ളൂ, മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവനത് ആസ്വദിച്ചു ചൊല്ലി. മലബാറിലെ മുഴുവൻ പിള്ളേർക്ക് പറയും, നിങ്ങളുടെ നാട്ടിലേക്ക് മുഴുവൻ പേർക്ക് പറയും, അവിടെയായിരുന്നു അത് കൂടുതലായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ദേശഭക്തി എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും എല്ലാ ഭാഷയിലും. ഇപ്പോൾ ഇവിടെ വഞ്ചി ഭൂപത എന്ന് പറഞ്ഞാൽ വഞ്ചി ഭൂപത മംഗളം ചൊല്ലും. ആരാ വഞ്ചി ഭൂപത? അതൊരു ദേശീയതയായിരുന്നു ഇവിടെ. തിരുവിതാംകൂറിന്റെ രാജാവിനെ കുറിച്ചാണ് വഞ്ചിഭൂവൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് രാജാവ് ഉണ്ടായിരുന്ന കാലത്ത് പാടിക്കൊണ്ടിരുന്നേതാ വഞ്ചിഭൂവന്റെ പാടിക്കൊണ്ടിരുന്നത്. ഇന്ന് രാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നെങ്കിൽ, സ്വാതന്ത്ര്യം കിട്ടിയ സ്വസ്ഥ ഒറ്റ സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ, പാകിസ്ഥാൻ പോലെ വേറെ രാജ്യമായിരുന്നെങ്കിൽ അവിടെ പാടിയനെ. ഈ പാട്ട് കൊണ്ട് യോജിപ്പിക്കാൻ പറ്റില്ല, ഭാഷ കൊണ്ട് യോജിപ്പിക്കാൻ പറ്റില്ല, മതം കൊണ്ട് യോജിപ്പിക്കാൻ പറ്റില്ല. ഭാഷയാണ് യൂറോപ്പ് മുഴുവൻ ഒറ്റ ക്രിസ്ത്യാനിയാവും. ബൈബിളാണ് ഈ വന്ദേമാതരം പറഞ്ഞ എല്ലാവരെയും യോജിപ്പിക്കുന്നതാണ് വന്ദേമാതരം പറഞ്ഞാണെങ്കിൽ യൂറോപ്പ് മുഴുവൻ ക്രിസ്ത്യാനിയാണ്ട്. എന്തുകൊണ്ട് വന്ദേമാതരത്തെ ഇപ്പോൾ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നലെ അവരിത് പാടാറില്ലായിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ വരെ പാടിക്കൊണ്ടിരുന്ന സാധനമായിരുന്നു പണ്ട്. ഇന്നലെ വരെ പാടാനില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ പഴമയിലേക്ക് എത്ര വർഷം പുറകോട്ട് പോകും. ഇന്ന് തലശ്ശേരി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വിഗ്രഹം കെട്ടിയിരിക്കട്ടെ,
ഒരു അമ്പലം ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, ആ അമ്പലത്തിൻ്റെ ക്ലെയിമൻ്റായിട്ട് നിങ്ങളിപ്പോൾ വരികയാണ്. പക്ഷെ വേറെ ഒരു വിഭാഗം വന്നിട്ട് പറയുകയാണ്, ഇത് 50 വർഷം മുമ്പ് ഇത് പള്ളിയായിരുന്നു, മാന്തി കഴിയുമ്പോൾ പള്ളിയാണ്. അപ്പം മറ്റൊരു വിഭാഗം വന്നിട്ട് പറയുകയാണ്, ഇത് 100 വർഷം മുമ്പ് അമ്പലമായിരുന്നു, അല്ലെ ക്രിസ്ത്യൻ പള്ളിയായിരുന്നു, അത് മാന്തി കഴിയുമ്പോൾ അവിടെ അതിൻ്റെ അവശിഷ്ടം കിട്ടുകയാണ്. അതിനൊരു ചരിത്രത്തെ നമുക്ക് എത്ര പുറകോട്ട് വിടാം? അതാണ് ചോദ്യം. ഇപ്പം പാടിയ കൊണ്ട് ഇന്ത്യയുടെ നിങ്ങൾ പാടുന്നവർക്ക് ഇപ്പോൾ ഇഷ്ടമുള്ളവർക്ക് പാടാം, ജനഗണമന പാടുന്നവർക്ക് പാടാം, ഇഷ്ടമുള്ളവർക്ക് പാടാം. പക്ഷേ ചരിത്രത്തെ നമുക്ക് പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മറിച്ച് ലോകത്തിൽ ഇഷ്ടം പോലെ പുതിയ പുതിയ പാട്ടുകൾ വന്നു. മലയാളവും തമിഴും ഹിന്ദിയും പോലും അറിയത്തില്ലാത്ത ഇഷ്ടം പോലെ ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇവരൊക്കെ താമസിക്കുന്ന എവിടെയായി പോകും? പ്രവാസിയാണ്, അവിടെ പോവുകയാണ്. അവിടെ പോയിട്ട് തിരിച്ചു വരാൻ വളരെ ചുരുക്കം വരെ തിരിച്ചു വരുന്നുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല? ഇന്ത്യയോട് സ്നേഹമില്ലാതെ പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ സൃഷ്ടിയാണ്. അല്ലെ ദാരിദ്ര്യം, അത് സൃഷ്ടിച്ചു വെച്ച ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോയവർ അവിടുത്തെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുകയാണ്. ഭൗതിക സുഖത്തിൻ്റെ പുറകെ മനുഷ്യൻ പോകും. ആ കൂട്ടത്തിലുള്ള ആത്മീയതയെ പുറത്തേക്ക് പോകുന്നവരുള്ളൂ, പലരിലും ഉള്ളൂ, എല്ലാവരിലും ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് വന്ദേമാതരം ഇപ്പം പാടുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ഉദ്ദേശത്തിനാണ് അത് കൊണ്ടുവരുന്നത്? അല്ല, അത് മുഴുവനായിട്ട് എന്ത് ഉദ്ദേശത്തിനാണ് കൊണ്ടുവരുന്നത്? മുഴുവനോ പകുതിയോ ആളുകൾക്കിടയിൽ അതിന്റെ പിന്നിൽ കൃത്യമായിട്ട് അജണ്ട ഉണ്ടാവാം. രാജ്യസ്നേഹം ആരാണ് രാജ്യസ്നേഹത്തിന്റെ ജഡ്ജിയാ? രാജ്യസ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ളതിന്റെ ഒക്കെ ഭാഗമാവാം. രാജ്യസ്നേഹം സംസ്കൃതത്തിൽ നിങ്ങൾ സംസ്കൃതം കൊണ്ടുപോവാ അതിനെ കൊണ്ടുവരാത്ത ഹിന്ദിയാണല്ലോ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. രാഷ്ട്രഭാഷയായിട്ട് സംസ്കൃതം പ്രഖ്യാപിക്കുക. രാജ്യസ്നേഹമാണെങ്കിൽ സംസ്കൃതം നമ്മുടെ ഭാഷ. ഒരു കാലത്ത് ലീഗ്, അതായത് സാറേ ഞാൻ പറയട്ടെ, ഇത് ആരാ ഇതിനെ ആദ്യം എതിർത്തത് ആരാ? ഇന്ന് 22 MLA-മാരുള്ളൊരു പാർട്ടി മാത്രമാണ് ലീഗ്. അത് ഞാൻ ചോദിച്ചത് സാറേ, ഇതിനെ ആദ്യം എതിർത്തത് ആരാ? അതിപ്പോ ഈ ലീഗിനെ അതിന് മുമ്പ് എതിർത്തവരുണ്ട്. ഈ ചരിത്രം അങ്ങനെ പോകരുന്ന ഞാൻ പറഞ്ഞു. അല്ല, ചരിത്രം അതായത് ആദ്യം ഇതിനെ എതിർത്തത് പാകിസ്ഥാൻ ദേശീയ ബോധം ഉൾക്കൊള്ളുന്ന മുഹമ്മദ് അലി ജിന്നയുടെ ആവശ്യപ്രകാരം പിന്നീട് അങ്ങനെ എതിർപ്പ് വന്നു. ആ ലീഗല്ല ഈ നാട്ടിലെ ലീഗ്. ഈ നാട്ടിലെ ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന, ഇന്ത്യന്റെ കൾച്ചറിനെയൊക്കെ ആവാഹിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ കൂടെ നിൽക്കുന്ന ഒരു ലീഗാണ്. അപ്പൊ അവരെതിർത്തതിന്റെ പുറത്ത് അവരിന്നില്ല. പാകിസ്ഥാൻ വേറൊരു രാജ്യമായി. പിന്നെ എന്തിനാണ് ഇപ്പോഴും അവര് ഉന്നയിച്ച ആ ക്ലെയിമിന്റെ പുറത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്? അത് പാടണ്ടെന്നുള്ളത്, ആ ക്ലെയിം എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. ഒരു സെക്കൻഡ്, ജിന്ന മുഗളന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ജിന്നയാണ്. മുഗളന്മാരെ മുഗളന്മാര് കൊണ്ടുവന്ന ജിന്ന. ചരിത്രം എവിടെയാന്നേ? നമ്മുടെ ചരിത്രത്തിന്റെ പഴയ ഇപ്പൊ ജിന്നയൊക്കെ മരിച്ചിട്ട് നാളെത്രയായി ഇല്ലേ? എനിക്ക് 70 വയസ്സായി. ഒരു 70 വയസ്സോടെ കൂടിയ പുറകോട്ടും മുമ്പോട്ടായിട്ട് കൂട്ടാം. അതിനപ്പുറത്തേക്ക് എന്ത് ചരിത്രത്തിന് എന്ത് പ്രസക്തി? ഇപ്പം എൻ്റെയൊക്കെ സ്ഥലം വസ്തു അല്ലെങ്കിൽ കുടുംബ തറവാടുകളിൽ നിന്ന് കശാപ്പശാലയുണ്ട്, പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നെ പറ്റിച്ച് മേടിച്ചോ അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കൊടുത്തതായിരിക്കും. ആ സ്ഥലമൊക്കെ തിരിച്ചു കിട്ടുന്നത് നടക്കുന്ന കാര്യമാണോ? ആരാണോ കൈകാര്യം ചെയ്ത് മേധാവിത്വം പുറത്ത് എത്ര കൂടുതൽ കയ്യിലിരിക്കുന്ന അവൻ്റെ കയ്യിലിരിക്കും. പവറാണ് നാഷണലിസത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ശരി, ശക്തി. അതൊക്കെ അങ്ങനെ തന്നെ. ഞാൻ ചോദിച്ചത് സാറേ, ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചത് ഇപ്പൊ ഈ 2 സ്റ്റാൻസ പാടുന്നതിന് മുഖ്യമന്ത്രി സതീശനോ പ്രതിപക്ഷ നേതാക്കൾക്കോ ഒരു കുഴപ്പമില്ല. അല്ല, പാടുന്നെങ്കിൽ പാടുന്നുണ്ടെങ്കിൽ മുഴുവൻ പാടണം. അപ്പൊ പിന്നെ ഓക്കെ, അതപ്പോ ആ ക്ലെയിം ഓക്കെ. പാടുന്നുണ്ടെങ്കിൽ സാറ് പറയുന്നത് വന്ദേ മാതരം പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ പാടണം, അല്ലെങ്കിൽ നിങ്ങൾ പാടാതിരിക്കാൻ പാടില്ല. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് മുഴുവൻ പാടുന്നതിൽ കുഴപ്പം? ആർക്കാണ് കുഴപ്പം? എന്താണ് അതിന്റെ കുഴപ്പം? അപ്പൊ അതിന് ഉത്തരവ് ചോദ്യം തന്നെയാണ്. എന്തിനാണ് ഇതിപ്പോ പാടിക്കണം? അല്ല, എന്തിനാണ് ഇതിപ്പൊ പാടിക്കണം ഈ സമയത്ത്? ഇല്ലാത്തൊരു അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഇതിന്റെ ഉത്തരം സാർ പറയും. അതായത് ഇതിന് ഉത്തരവില്ലേ? ഇതിന് ഉത്തരവില്ല. എന്തുകൊണ്ട് ഇതിപ്പോ പാടാൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് എതിർപ്പ്. അല്ല, ഇത് നല്ല മോട്ടീവല്ല. അല്ല, സാറ് പറഞ്ഞത് ഇത് മുഴുവൻ പാടുന്നുണ്ടെങ്കിൽ മുഴുവൻ പാടണം. ഉറപ്പാണ്. ഒരു സംശയമില്ല. അപ്പൊ പിന്നെ മുഴുവൻ പാടുന്നതിൽ എന്തിനാണ് എതിർപ്പ് ഉന്നയിക്കുന്നത്? അല്ല, എതിർപ്പ് എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്തിനിപ്പോൾ കൊണ്ടുവന്നുള്ള ചോദ്യമുണ്ട് ചിലർക്ക്. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം, എനിക്ക് ഇതിനോട് വെറുപ്പില്ല എന്നുള്ളതാണ്. ഈ പാട്ടിനെ വെറുക്കുന്ന, അല്ല ഇഷ്ടപ്പെടാത്ത മനസ്സുകൊണ്ടോ സാംസ്കാരികമായിട്ട് ഇതിനോട് അഭിപ്രായമുള്ള ഒരു 1% പോപ്പുലേഷനെ ഇന്ത്യയിലുള്ളെങ്കിൽ പോലും ആ പോപ്പുലേഷൻ്റെ ഈ അഭിപ്രായം എനിക്കോ നിങ്ങളോ എനിക്ക് പാട്ട് പാടാനുള്ള ഞാൻ പാടരുതെന്ന് പറഞ്ഞ പ്രശ്നം. ഗൗതമോ രാജ്മോഹനോ ഈ വന്ദേമാതരം പാടാനേ പാടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുക. മറിച്ച് ഇത് പൊതുവായൊരു പരിപാടിയായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാനും ആ പൊതുവിൻ്റെ ഭാഗമാണ്. എന്നെ ഹർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാടരുതെന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. അത്രയോ. അല്ല, അത് പാടരുത്. അത് ഒരു രാജ്യത്തിന്റെ താല്പര്യം. രാജ്യത്തിന്റെ താല്പര്യമായിട്ട് അത് നിങ്ങൾ കൂട്ടിക്കൊള്ളുക. സാർ, ഇപ്പോ ഞാൻ പറഞ്ഞുതരാം.
100% പറയാം, ജനഗണമന പാടുന്നതിൽ 1% ഈ രാജ്യത്തുള്ള ഏതെങ്കിലും 1%ത്തിന് ജനഗണമന പോലും എടുത്തു കളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് 1%ത്തിന്റെ ആൾക്കാരുണ്ട്. ഉണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഈ 1%ത്തിന് ഈ താല്പര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ജനഗണമനം എടുത്തു കളയാൻ പറ്റുമോ? ഈ 1%നോട് പോയി പണി നോക്കാൻ പറയണം. ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. അത് മറക്കരുത്, പ്രാക്ടീസാണ്. ഇവിടെ നമ്മളൊക്കെ ഷർട്ടും മുണ്ടോ അല്ലെ പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടു ഇപ്പം ബർമുട വരെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ല, ആണും പെണ്ണും ഇട്ടുകൊണ്ട് നടക്കുന്നില്ലേ? അത് പ്രാക്ടീസാണ്. ഇവിടെ വിട്ട് അക്സെപ്റ്റ് ചെയ്തു ആ ഡ്രസ്സ് നമ്മുടെ ഡ്രസ്സല്ല, ഹൈന്ദവ ഡ്രസ്സല്ല ഇടുന്നാണോ അക്സെപ്റ്റ് ചെയ്തു. അത് നമ്മൾ അങ്ങനെ ചരിത്ര സംസ്കാരം എന്ന് പറയുന്ന സാധനം പല 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 വൈരുദ്ധ്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്ത് അമാൽഗമേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ശരി, ഞാൻ അവസാനം നിർത്തുമ്പോഴേ എനിക്ക് ഇപ്പോഴൊരു അതിലൊരു ഉത്തരം ആഗ്രഹിക്കുന്നുണ്ട്, കാരണം അതിൽ ഉത്തരം വേണം. ഇത് എന്തുകൊണ്ടാണ് സാർ പറഞ്ഞു മുഴുവൻ പാടുമ്പോൾ പാടുന്നതാണോ? എനിക്ക് അത് ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഗാനം എന്ന് പറഞ്ഞാൽ അതിന് ടോട്ടാലിറ്റിയാണ്. അല്ലെങ്കിൽ സെൻസർ ചെയ്ത സിനിമ അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും. ശരി, അപ്പം ഇതിലിപ്പോ ഇതിന്റെ വരികൾ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, സൂക്ഷ്മ ദൃഷ്ടിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതില് ഈ നമ്മുടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള BRM ഷഫീർ ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇത് ഫുള്ളായിട്ട് പാടിയപ്പോ ഇതിനെ അനുകൂലിച്ച് വന്ന ഒരാളാണ്. ഇത് മുഴുവനായിട്ട് പാടണ്ട, കാരണം രവീന്ദ്രനാഥ് ടാഗോർ പോലും ആദ്യം കോൺഗ്രസിന്റെ ഈ സമ്മേളനത്തിൽ ഇത് മുഴുവനായിട്ട് പാടിയിട്ടുള്ളതാണ്. നമ്മളെ ദേശീയ വികാരത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് തുടക്കകാലത്തിട്ട് ഇത് മുഴുവനായിട്ട് പാടിയിട്ടുള്ളതാണ്. BRM ഷഫീർ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ എന്തിനാണ് ഈ വന്ദേ മാതരത്തെ RSSന് വിട്ടുകൊടുക്കുന്നത്? അല്ലെങ്കിൽ വന്ദേ മാതരത്തിന് BJPയുടെ മാത്രം ഒരു സ്വത്താണ് വന്ദേ മാതരം എന്നുള്ള രീതിയിൽ മാറ്റി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതല്ലേ ചെയ്യുന്നത്. ഇത് മുഴുവൻ പാടിക്കഴിയുന്നവർ RSSകാര്, ഇത് മുഴുവൻ പാടിയാൽ നിങ്ങൾ BJP. അപ്പൊ അതൊരു വളരെ മോശമായിട്ടുള്ളൊരു നെറേറ്റീവ്. ആ നെറേറ്റീവ് വളരെ മോശം തന്നെയാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. വളരെ വളരെ മോശമാണ്. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ രണ്ടു കൂട്ടരെ എതിർക്കാണ്. ഇത് പാടണമെന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഞാൻ എതിർക്കാണ്. പാടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നതിന് ഞാൻ എതിർക്കാണ്. ഇത് പാടിയാൽ പാടേണ്ട. ഇപ്പോൾ പാടാൻ ഉദ്ദേശിക്കുന്ന ആർക്കും, ഞാനോ നിങ്ങളോ പാടാം. പക്ഷേ പാർലമെൻറ്റിൽ പാടണോ വേണ്ടിയോ, പൊതുസഭയിൽ എല്ലാവരും ഉള്ള സഭ എലക്റ്റഡാണ്, എല്ലാ മെമ്പർമാരും എലക്റ്റഡാണ്, വേറെ ആരും വന്നിരിപ്പില്ല, ഒരു ഒഫീഷ്യൽ ബോഡിയാണത്. അവിടെ ഇത് വേണോ വേണ്ടി എന്നുള്ള പ്രശ്നം. ഇപ്പം സരസ്വതി, ലക്ഷ്മി, ദുർഗ, ഇത് ഈ 3 സിംബോളിഫിക്കേഷൻ ഇതാണ് പ്രശ്നം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും മതത്തെ വർഷിപ്പ് ചെയ്യണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് അവർക്ക് തോന്നുന്നു, മറ്റു മതക്കാർക്ക് തോന്നുന്നു. അല്ല സാർ, ഇത് നമ്മുടെ കൾച്ചറുമായിട്ടും അങ്ങനെയൊക്കെ അതിന്റെയൊക്കെ ഒരു എന്താണ് ഒരു റെഫറൻസ് അല്ലേ യഥാർത്ഥത്തിൽ ഈ സരസ്വതി. ഇപ്പം നമുക്ക് തോന്നും. അല്ല നമ്മുടെ ദേശീയ ബോധം എന്ന് ഞാൻ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ദേശീയ ബോധം ഉൾക്കൊള്ളുന്ന ഒരാളാണ് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, ദേശീയ ബോധവും മതം, ഭാഷ തുടങ്ങിയ കാര്യങ്ങളിൽ ടോട്ടാലിറ്റിയുടെ ചില ബന്ധങ്ങളല്ലാതെ ദേശീയബോധത്തെ പർട്ടിക്കുലറായിട്ട് നമുക്ക് വീഴ്ചെടുക്കാൻ പറ്റിയില്ല. ഇന്നതാണ് ദേശീയബോധത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയാൻ പറ്റിയില്ല. പക്ഷെ മറിച്ച് ദേശീയബോധം നമ്മൾ ബ്രിട്ടൻ്റെ രാജ്ഞിയാരായിരുന്നു ഇവിടുത്തെ ബ്രിട്ടീഷ് എന്നാ പറഞ്ഞിരുന്നത് നമ്മൾ, ബ്രിട്ടീഷ് ക്രൗൺ. അത് പവറെ കൈകാര്യം ചെയ്തിരിക്കുന്ന ആരാണോ അവനാണ് രാജ്യത്തിൻ്റെ അധികാരി. ഇപ്പം BJPയുടെ ഒരു പവറുണ്ട്, അതുകൊണ്ട് ഇത് BJP ചെയ്തു. പക്ഷെ BJP ചെയ്യുന്ന എല്ലാം ബ്രിട്ടൻ നമ്മൾ അംഗീകരിച്ചോ? നമ്മൾ ദേശീയബോധം, ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. അല്ല, ദേശീയബോധം ഉത്തേജിപ്പിച്ചിട്ട് കത്തിച്ചിട്ടാണ് എന്താണ് ബ്രിട്ടീഷുകാർ ആന്റി കൊളോണിയൽ അല്ലെങ്കിൽ ആന്റി ബ്രിട്ടീഷുകാരായിട്ട് കോൺഗ്രസ് പോലും വലിയ സമരം നയിച്ചത്, ദേശീയ ബോധത്തെ ഉത്തേജിപ്പിച്ചിട്ട്. അപ്പോ അതാണ് അതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ സാർ ഇതില്ലേ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ, ഇപ്പൊ നമ്മളെ ദേശീയ മോട്ടോ ആയിട്ടുള്ള, നാഷണൽ മോട്ടോ ആയിട്ടുള്ള സത്യമേവ ജയതേ എന്ന് പറയുന്നത് സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പറയുന്നത്. അല്ല സാറേ, അതിനും എതിർക്കണ്ടേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിന്റെ ആണ്. കൃത്യമായിട്ട് നിങ്ങൾ അതിന് വേറെ രീതിയിൽ ഒരു സങ്കുചിത മതത്തിന്റെ അല്ല. അത് കുറച്ചുകൂടെ ആലോചിക്കുക. ഇന്നലെ വരെ സത്യമേവ ജയതേ നമ്മൾ പാർലമെന്റിലും എഴുതി വെച്ചിട്ടില്ല. ഇന്നലെ വരെ എഴുതി വെച്ചിട്ടില്ല. ഇപ്പോൾ BJP ഗവൺമെന്റ് വന്നപ്പോൾ ഇത് എഴുതുക സത്യമേവ ജയതേ, ഉറപ്പായിട്ട് എതിർപ്പ് വരും. എന്നോ സത്യമേവ ജയതേ BJP വന്നപ്പോഴാണ്. ഇപ്പൊ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്. നേരത്തെ ഇവിടെ ഇല്ലാതിരുന്നൊരു സാധനം ഉണ്ട്. അപ്പൊ ആ സത്യമേവ ജയത ഇപ്പോൾ കൊണ്ട് എഴുതി പുതുതായിട്ട് പാർലമെന്റ് എഴുതി വെക്കാൻ പാർലമെന്റിലുണ്ട്. അത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ നാളെ അങ്ങ് എഴുതാനാണ് തീരുമാനിക്കുന്നത്. സത്യമേവ ജയതയെ നേരത്തെ മുസ്ലിം ലീഗിന്റെ, അതായത് പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ ജിന്നെ എതിർത്തിരുന്നുവെങ്കിൽ അതും ഒഴിവാക്കുമായിരുന്നു. അതെ, അതാണ് ഉത്തരം. അത്രേ ഉള്ളൂ.